ബഹ്റൈനിലെ മുഖറഫ് മേഖലയിൽ തീപിടുത്തമുണ്ടായി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. യു എയിൽ നിന്ന് മുഹമ്മദ് റഗീസ് കൂടുതൽ വിവരങ്ങളുമായി ചേരും. റഗീസ്, ഈ യു എയിലുള്ള എമിറേറ്റുകൾ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് എന്താണ് പറയും? ഗുഡ് മോർണിംഗ്. മോർണിംഗ് SKN. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലാ ദിവസവും പുലർച്ചെ ഉണ്ടാകുന്നത് പോലെ അതേ തോതിൽ തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും UAE യിൽ പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് അലേർട്ട് ലഭിക്കുന്നത്. മൊബൈലിൽ അലേർട്ട് സന്ദേശം ലഭിക്കുന്നു. ഉടൻ തന്നെ തങ്ങൾ ഈ ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുകയാണ് എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം UAE പ്രതിരോധ വകുപ്പ് നൽകുന്നു. അതിനുശേഷം ആ അലാം പിന്നീട് അതൊരു നോർമൽ സിറ്റുവേഷനായി മാറിയിട്ടുണ്ട് എന്നുള്ള മറ്റൊരു സന്ദേശം കൂടി ലഭിക്കുന്നു. അപ്പോൾ UAE കേന്ദ്രീകരിച്ച് സാധാരണ രീതിയിൽ ഒരു 2 ദിവസമായി അങ്ങനെ അലേർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ മിസൈൽ ആക്രമണം ഉണ്ടായില്ല, ഡ്രോൺ ആക്രമണം മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ന് രാവിലെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം UAE സ്ഥിരീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി സത്യത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ മാറുന്നത് ഈ സൗദി മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് കുവൈറ്റ് ആണ്. കുവൈറ്റിലേക്ക് കാര്യമായുള്ള ആക്രമണം എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഇന്നലെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായി. അതിനു മുൻപ് വൈദ്യുതി നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മുടക്കം വരുന്ന രീതിയിലുള്ള ആക്രമണം, ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടു. ഇന്ന് പുലർച്ചെയും ഈ കുവൈറ്റിലേക്ക് കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റിൽ 2 തവണ അലാം മുഴങ്ങിയിട്ടുണ്ട്. കുവൈറ്റിന്റെ പല മേഖലകളിലും ശക്തമായ ആക്രമണം നടന്നിട്ടുള്ളതും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളതായും കുവൈറ്റിലെ പ്രതിരോധ വകുപ്പ് പറയുകയാണ്. ബഹ്റൈനിലേക്ക് വന്നാൽ ബഹ്റൈന്റെ ഒരു മുഹറഖ് മേഖലയിൽ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഉണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ 3 തവണയാണ് രാവിലെ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായത്. അതിൽ മുഹറഖ് മേഖലയിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളതായി പറയുന്നുണ്ട്. ആളപായമില്ല എന്ന് പ്രതിരോധ സേന ആവർത്തിച്ച് പറയുന്നുണ്ട്. ശക്തമായ പുകയാണ് ഈ ഭാഗത്തു നിന്നും ഉയരുന്നത്. വലിയ തീ ഉണ്ടായിരുന്നു, ശക്തമായ പുക ഉയരുന്നു. അപ്പോൾ അറദ്, കലാലി, ഒപ്പം തന്നെ സമാഹിജ് എന്നിവിടങ്ങളിലെ താമസക്കാർ വീടുകളിൽ തന്നെ കഴിയണമെന്നും ഒപ്പം തന്നെ ജനലുകളും വെന്റിലേഷനുകളും ഒക്കെ അടച്ചിടണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വലിയൊരു തീപിടുത്തം തന്നെ എന്തായാലും ബഹ്റൈനിൽ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. ബഹ്റൈൻ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 ദിവസമായി കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പുലർച്ചെ. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് നിരോധിത ഭീകര സംഘടനയായ ഹിസ്ബുള്ള ബന്ധമുള്ള സംഘം കുവൈറ്റിൽ അറസ്റ്റിലായിരിക്കുന്നു. 5 കുവൈറ്റ് സ്വദേശികളുടെയും ഒപ്പം തന്നെ പൗരത്വം റദ്ദാക്കപ്പെട്ട ഒരു വ്യക്തിയും അടങ്ങുന്ന സംഘമാണ് പിടിയിലായിരിക്കുന്നത്. അങ്ങനെ 6 പേർ ഇത്തരത്തിൽ ഹിസ്ബുള്ള ബന്ധവുമായി സംഘടനയുമായി ബന്ധമുള്ളവർ പിടിയിലായിരിക്കുന്നു. ഇവർ വിദേശത്ത് താമസിച്ചിരുന്ന 14 പേരെ കൂടി പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളതായി കുവൈറ്റിന്റെ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ നിലയ്ക്ക് തന്നെ ഇത്തരത്തിൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഒപ്പം തന്നെ ഈ ചാര സംഘടനകൾ പലതുമുണ്ട്, തീവ്ര സ്വഭാവമുള്ള പല സംഘടനകളുമുണ്ട്, നിരോധിത സംഘടനകളുണ്ട്. ഇതൊക്കെയും ഈ സമയത്ത് പല ഗ്രൂപ്പുകളുമായി ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒപ്പം തന്നെ ഈ രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇടപെടാനൊക്കെ അതിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടാനൊക്കെ ഇവർ കാര്യമായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവരെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെയും കാര്യമായിട്ടുള്ള മഴ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയും നേരിടണം, ഒപ്പം തന്നെ ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ആ തരത്തിൽ ഈ രാജ്യങ്ങളൊക്കെയും ഏതാണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും ഇതുവരെയും കാര്യങ്ങളൊക്കെയും ഓക്കെ ആയി തന്നെ പോകുന്നുണ്ട് എന്നാണ് ഓരോ രാഷ്ട്രങ്ങളുടെയും വിവിധ വകുപ്പുകൾ, അതോറിറ്റികൾ അറിയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ദുബായിൽ നിന്ന് മുഹമ്മദ് റഗീസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, സൗഹൃദ രാജ്യങ്ങൾക്കൊക്കെ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ തങ്ങളുടെ അനുമതിയുണ്ടെന്ന് ഇറാൻ പറയുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് കപ്പലുകൾക്ക് സുഗമമായി അതുവഴി കടന്നു പോകാൻ ഇറാൻ അനുമതി കൊടുത്ത ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറയുന്നു. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്കാണ് അനുമതി നൽകിയെന്നാണ് മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറൽ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രശ്നമില്ലാതെ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിൽ കടന്ന് ഇന്ത്യൻ തീരത്തെത്താൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ പാചകവാതക പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഹോർമൂസ് കടലെടുക്ക് നമുക്ക് കീറാമുട്ടിയല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സൗഹൃദ രാജ്യങ്ങളോട് വളരെ അനുഭാവപൂർവമായ പരിഗണനയാണ് ഇറാൻ നൽകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.